വെരി ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ADGPക്കെതിരായ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തും. അദ്ദേഹത്തിനെതിരായി എന്ത് തീരുമാനമുണ്ടാകും എന്ന് ഇന്നറിയാൻ സാധിക്കും. PV അൻവർ MLAയുടെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഇന്നുണ്ടാകും. വൈകുന്നേരം 6 മണിക്കാണ് ആ സമ്മേളനം നടക്കുന്നത്. DMKയിൽ നിന്നൊരു നിരീക്ഷകനുണ്ടാകും എന്നാണ് പ്രതീക്ഷ. കൊച്ചി എടയാർ വ്യവസായ മേഖലയിലെ കമ്പനിയിലെ പൊട്ടിത്തെറിയിൽ ഒഡീഷ സ്വദേശിയായ അതിഥി തൊഴിലാളി മരിച്ചു. ഇതടക്കമുള്ള വാർത്തകളുണ്ട്. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. എറണാകുളം എടയാർ വ്യവസായ മേഖലയിലെ മൃഗക്കൊഴുപ്പ് സംസ്കരണശാലയിൽ പൊട്ടിത്തെറി. ഒഡീഷ സ്വദേശിയായ തൊഴിലാളി മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ഈ ഒഡീഷ സ്വദേശിയായ അതിഥി തൊഴിലാളി മരിക്കാനിടയായ അപകടത്തിന് കാരണമെന്താണ്? കൂടുതൽ വിശദാംശങ്ങൾ. ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇടയാർ വ്യവസായ മേഖലയിലെ നെയ്യുരുക്ക് ഫാക്ടറിയിൽ ആണ് പൊട്ടിത്തെറി ഉണ്ടായത്. ഒരാൾ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മരിച്ചയാൾ ഒഡീഷ സ്വദേശിയാണ്. വ്യവസായ മേഖലയിലെ ഫോർമൽ ട്രേഡ് ലിങ്ക്സ് എന്ന നെയ്യുരുക്ക് കമ്പനിയിലാണ് സംഭവം നടന്നത്. 2 തരത്തിൽ ഇതിന്റെ കാരണം പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒന്ന്, അവിടുത്തെ ഈ കുക്കർ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് ഒരു പ്രാഥമികമായ ഒരു വിവരമായി വരുന്നത്. പക്ഷേ അതല്ല, അർദ്ധരാത്രി നടന്ന നിർമ്മാണ പ്രക്രിയയിൽ മർദ്ദം നിയന്ത്രിക്കാനാകാതെ ചേംബർ പൊട്ടിത്തെറിച്ചു എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. പക്ഷെ ഇത് നിലവിൽ ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. അതിന്റെ പരിശോധനകൾ നടക്കുകയാണ്. പരിക്കേറ്റവരെ ഉൾപ്പെടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട്. ശരി, കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്. ADGP MR അജിത് കുമാറിനെതിരെ ഇന്ന് നടപടിയുണ്ടായേക്കും. RSS നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് സർവീസ് ചട്ടലംഘനമാണെന്നും ഇക്കാര്യത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും ചൂണ്ടിക്കാട്ടി DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആഭ്യന്തര സെക്രട്ടറിയുടെ കുറിപ്പോടെ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തും. ഇന്നലെ രാത്രി 8:15 300 പേജുള്ള അന്വേഷണ റിപ്പോർട്ട് DGP ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹയ്ക്ക് കൈമാറിയത്. PV അൻവറിന്റെ പരാതിയിലെയും ADGP RSS കൂടിക്കാഴ്ചയിലെയും അന്വേഷണ വിവരങ്ങളാണ് റിപ്പോർട്ടിൽ. RSS നേതാക്കളെ കണ്ടത് സ്വകാര്യ സന്ദർശനമായിരുന്നുവെന്ന ADGPയുടെ വിശദീകരണം DGP തള്ളി. ഔദ്യോഗിക വാഹനമുൾപ്പെടെ ഉപേക്ഷിച്ച് രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ചട്ടലംഘനമുണ്ടായെന്നാണ് DGPയുടെ കണ്ടെത്തൽ. എടവണ്ണ റിദാൻ കൊലപാതകം, മാമി തിരോധാനം എന്നീ കേസുകളിൽ MR അജിത് കുമാറിന് തിരിച്ചടിയുണ്ടാകില്ല. എന്നാൽ ഈ 2 കേസിലും പോലീസ് വീഴ്ച പരിശോധിക്കാൻ വിശദ അന്വേഷണത്തിന് റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. റിപ്പോർട്ടിലെ വിവരങ്ങൾ പോലീസ് മേധാവി മുഖ്യമന്ത്രിയെ നേരിട്ട് ധരിപ്പിക്കും. നാളെ നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നതിന് മുൻപ് റിപ്പോർട്ടിന്മേൽ നടപടിയുണ്ടാകും. 24 തിരുവനന്തപുരം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന PV അൻവർ MLAയുടെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപന പൊതുസമ്മേളനം ഇന്ന് നടക്കും. മഞ്ചേരിയിൽ വൈകിട്ട് 6 മണിക്കാണ് സമ്മേളനം. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നാണ് പാർട്ടിയുടെ പേരെന്ന് പുറത്തുവന്ന വിവരം. ചെന്നൈയിലെത്തി DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് അൻവർ പൊതുസമ്മേളനം നടത്തുന്നത്. തമിഴ്നാട്ടിലെ DMKയുടെ സഖ്യകക്ഷിയായിട്ടായിരിക്കും പാർട്ടി കേരളത്തിൽ പ്രവർത്തിക്കുക. DMKയുടെ നിരീക്ഷകർ ഇന്ന് പൊതുസമ്മേളനത്തിലെത്തുമെന്നാണ് കരുതുന്നത്. ശക്തിപ്രകടനമാക്കി മാറ്റുന്ന ഇന്നത്തെ പൊതുസമ്മേളനത്തിൽ 1 ലക്ഷം പേർ പങ്കെടുക്കുമെന്നാണ് PV അൻവറിന്റെ അവകാശവാദം. വിവാദങ്ങൾക്കിടെ നാളെ മുതൽ നിയമസഭ വീണ്ടും ചേരും. വെള്ളിയാഴ്ച ദുരിതബാധിതർക്ക് ആദരമർപ്പിച്ച് പിരിഞ്ഞ സഭയിൽ നാളെ മുതൽ കാണാൻ കഴിയുക വിവാദ വിഷയങ്ങളുടെ ചർച്ച. ബില്ലുകൾ പാസാക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രധാന അജണ്ടയെങ്കിലും നിയമസഭയിൽ സർക്കാരിനെ മുൾമുനയിൽ നിർത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ADGP MR അജിത് കുമാറിനെതിരെ DGP സമർപ്പിച്ച റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ നടപടി എന്തെന്നതിന് പ്രതിപക്ഷം കാത്തിരിക്കുകയാണ്. അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടെങ്കിൽ ആദ്യ ദിവസം തന്നെ അടിയന്തര പ്രമേയമായി ഈ വിഷയം ഉന്നയിക്കും. തൃശൂർ പൂരം കലക്കലും PV അൻവറിന്റെ ആരോപണങ്ങളും ചർച്ചയാകും. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളുടെ നക്ഷത്ര ചിഹ്നം ഒഴിവാക്കിയെന്ന പ്രതിപക്ഷത്തിന്റെ പരാതിയിൽ സ്പീക്കർ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇത് നിയമസഭയിൽ ക്രമപ്രശ്നമായി ഉന്നയിക്കാനും പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു മുൻപേ ചർച്ചകൾ സജീവമാക്കി മുന്നണികൾ. പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെയും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും ഉപതെരഞ്ഞെടുപ്പിനായാണ് മുന്നണികൾ ഒരുക്കം ആരംഭിച്ചത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധിയാകും UDF സ്ഥാനാർത്ഥിയെന്ന് നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു. മറ്റ് 2 ഇടങ്ങളിലും സ്ഥാനാർത്ഥി ആരെന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനമായില്ലെങ്കിലും ചർച്ചകൾ സജീവമാണ്.
അതത് മണ്ഡലങ്ങളിലെ നേതാക്കന്മാരുമായി കൂടിയാലോചന നടത്തിയ ശേഷമാകും സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തിടുക്കം വേണ്ടെന്നാണ് KPCCയുടെ തീരുമാനം. CPIM ആകട്ടെ വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാനാണ് തീരുമാനം. നാളെ ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കും. അടുത്തയാഴ്ചത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യം ചർച്ചയാവുകയും ചെയ്യും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വടക്കൻ കേരളത്തിൽ ഇന്ന് മഴ കനക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് തീരത്ത് മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. കേരള തീരത്ത് നാളെ മുതൽ മീൻപിടുത്തത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശം. മഴക്കാലം തീർന്നില്ല. വേനൽ വരും മുൻപേ തന്നെ ഭാരതപ്പുഴ വറ്റിവരണ്ടു. പ്രളയകാലത്ത് ഇരുകരകൾ തൊട്ടൊഴുകിയ ഷൊർണൂർ ഭാരതപ്പുഴയുടെ ഇന്നത്തെ അവസ്ഥ വേദനിപ്പിക്കുന്നതാണ്. രണ്ട് മാസം മുമ്പ് തോരാതെ പെയ്ത മഴയിൽ ഭാരതപ്പുഴ നിറഞ്ഞു കവിഞ്ഞ് കുത്തിയൊലിച്ചൊഴുകുകയായിരുന്നു. അന്ന് കൊച്ചിൻ പാലത്തിന് മുകളിൽ പുഴയുടെ ചന്തം ആസ്വദിക്കാൻ എത്തിയവരാരും ഇന്ന് പുഴയുടെ ഈ കണ്ണുനീർ കാണുന്നില്ല. ഷൊർണൂർ ഭാരതപ്പുഴ തടയണയുടെ ഇന്നത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. മെലിഞ്ഞുണങ്ങി അങ്ങിങ്ങായി മുറിഞ്ഞ നീർച്ചാലുകളാണ് പുഴയുടെ അവശേഷിപ്പുകൾ. വരണ്ടുണങ്ങിയ മണൽത്തിട്ടകൾ, ഉണങ്ങിക്കരിഞ്ഞ പുൽത്തകിടികൾ, ഒഴുകിയടിഞ്ഞ അവശിഷ്ടങ്ങൾ. ഇത് മാത്രമാണ് ഇന്ന് പുഴ. ഇവിടെ പുഴയുണ്ടായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്താനായി ഒരു തുള്ളി ദാഹജലം ബാക്കിയുണ്ട്. അതിനപ്പുറം പരന്നുകിടക്കുന്ന മണൽ പരവതാനിയായി നിളമാറി. കണ്ടു നിൽക്കുന്നവരെ വേദനിപ്പിക്കുന്ന പുഴയുടെ കാഴ്ച. ഒരു തടയണ ഇമ്മീഡിയറ്റ് നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ കുത്തൊഴുക്കിലും മണലും മണ്ണും ചളിയും എല്ലാം വന്ന് നിറഞ്ഞ് ഏതാണ്ട് തടയണ നിറഞ്ഞ അവസ്ഥയിലാണ്. ഇപ്പോൾ അവിടെ എവിടെ വെള്ളം ശേഖരിക്കപ്പെടുന്നതാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഇതിനൊരു ശാശ്വത സൊല്യൂഷൻ, ഒരു പദ്ധതി ആസൂത്രണം ചെയ്താൽ മാത്രമേ ശാശ്വതമായൊരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ പറ്റൂ. അവശേഷിക്കുന്ന നീർച്ചാലുകൾ കൂടി വറ്റിയാൽ പുഴയെ മാത്രം ആശ്രയിച്ച് ഷൊർണൂർ നഗരസഭയ്ക്കും വാണിയംകുളം ഗ്രാമപഞ്ചായത്തിനും സമീപ പഞ്ചായത്തുകൾക്കുമായി ഏർപ്പെടുത്തിയ സമഗ്ര കുടിവെള്ള പദ്ധതിയും പ്രതിസന്ധിയിലാകും. സമീപത്തെ പാടശേഖരങ്ങളിലെ നെൽകൃഷിയും അവതാളത്തിലാകുമെന്നതിൽ സംശയമില്ല. 24 പാലക്കാട്. ഹരിയാന, ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ കണ്ണും നട്ട് BJPയും കോൺഗ്രസും. രണ്ടിടങ്ങളിലും ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായ ജനവിധി ഉണ്ടാകുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഹരിയാനയിൽ BJP അപ്രസക്തമാകുമെന്നും കോൺഗ്രസ് തിരിച്ചുവരുമെന്നുമാണ് മെട്രിക്സ്, ടൈംസ് നൌ, റിപ്പബ്ലിക് TV തുടങ്ങിയവരെല്ലാം പ്രവചിച്ചിരിക്കുന്നത്. BJP പരമാവധി 24 സീറ്റുകളിൽ ഒതുങ്ങുമെന്നും കോൺഗ്രസ് 65 സീറ്റ് വരെ പിടിക്കുമെന്നുമാണ് പ്രധാന സർവേ ഏജൻസികളുടെ പ്രവചനം. ജമ്മുകാശ്മീരിൽ ഇന്ത്യാ സഖ്യം 46 മുതൽ 50 വരെ സീറ്റുകളും, NDA സഖ്യം 23 മുതൽ 27 വരെ സീറ്റുകളും, PDP 7 മുതൽ 11 വരെ സീറ്റുകളും, മറ്റുള്ളവർ 4 മുതൽ 6 വരെ സീറ്റുകളും നേടുമെന്നും വിവിധ സർവേകൾ പ്രവചിക്കുന്നുണ്ട്. സർവേകളേക്കാൾ മികച്ച വിജയമുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കുമ്പോൾ വോട്ടെണ്ണുമ്പോൾ സർവേകൾ അപ്രസക്തമാകുമെന്നാണ് BJP നേതാക്കളുടെ വിലയിരുത്തൽ. കൊൽക്കത്ത RG-കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് ജൂനിയർ ഡോക്ടേഴ്സ്. വാഗ്ദാനങ്ങൾ പാലിക്കാൻ ബംഗാൾ സർക്കാരിന് 24 മണിക്കൂർ സമയപരിധി നൽകി ജൂനിയർ ഡോക്ടേഴ്സ് നിരാഹാര സമരം ആരംഭിച്ചു. സർക്കാർ വാക്കുപാലിക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി. സുതാര്യത ഉറപ്പാക്കാൻ സമരപ്പന്തലിൽ CCTV ക്യാമറകൾ ഘടിപ്പിച്ചു. കൊൽക്കത്തയിലെ ഡോറിന ക്രോസിംഗിലാണ് ഇന്നലെ രാത്രി മുതൽ നിരാഹാര സമരം ആരംഭിച്ചത്. 6 ഡോക്ടേഴ്സാണ് നിരാഹാര സമരമിരിക്കുന്നത്. ആകാശവാണി മുൻ വാർത്താ അവതാരകൻ M. രാമചന്ദ്രന്റെ സംസ്കാരം ഇന്ന് രാവിലെ 10 മണി വരെ തിരുവനന്തപുരം മുടവൻമുകളിലെ വസതിയിലും 10:30 മുതൽ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലും പൊതുദർശനമുണ്ടാകും. 12 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. ഇന്നലെ ഉച്ചയ്ക്കാണ് M. രാമചന്ദ്രൻ അന്തരിച്ചത്. 91 വയസ്സായിരുന്നു. വ്യത്യസ്തമായ അവതരണ ശൈലിയിലൂടെ ശ്രോതാക്കളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച വാർത്താ അവതാരകനാണ് M. രാമചന്ദ്രൻ. കൗതുക വാർത്തകൾ എന്ന പരിപാടി ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട വിവരം മലയാളികൾ ആദ്യം കേട്ടത് M. രാമചന്ദ്രന്റെ ശബ്ദത്തിലൂടെയാണ്. പൊതുമരാമത്ത് വകുപ്പിനെതിരെ വീണ്ടും പരോക്ഷ വിമർശനവുമായി മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. തിരുവനന്തപുരം SIT ആശുപത്രിയിലെ വൈദ്യുതി മുടക്കത്തിലെ വീഴ്ചയിൽ ന്യായീകരണമില്ലെന്നാണ് കടകംപള്ളി സുരേന്ദ്രന്റെ വിമർശനം. വൈദ്യുതി ബോർഡ് സംഘടിപ്പിച്ച പരിപാടിയിലെ പൊതുവേദിയിലായിരുന്നു കടകംപള്ളിയുടെ പ്രതികരണം. തിരുവനന്തപുരം SIT ആശുപത്രിയിലെ വൈദ്യുതി മുടക്കത്തിൽ 3 PWD ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു.
ആശുപത്രിയിലെ ജനറേറ്റർ മെയിൻ്റനൻസ് ചുമതലയിലുണ്ടായിരുന്ന PWD ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്ന പ്രാഥമിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. എന്നാൽ അന്വേഷണ റിപ്പോർട്ടിൽ പോലും അംഗീകരിക്കാത്ത വീഴ്ചയിൽ ന്യായീകരണമില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. കഴിഞ്ഞ ദിവസം SNT ഹോസ്പിറ്റലിൽ ഉണ്ടായതുപോലുള്ള ആക്ഷേപങ്ങൾക്ക് അതിന് ന്യായീകരണമൊന്നും നമുക്കില്ലെന്നുള്ള കാര്യവും ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കാതെ പോകുന്നത് ശരിയാവില്ല. ഏതായാലും 2 മണിക്കൂറിലധികം നേരം SNT ഹോസ്പിറ്റലിൽ വൈദ്യുതി ഇല്ലാതെ പോയത് അത് യാദൃച്ഛികമാണെന്ന് പറയാൻ വേണ്ടി പറ്റുകയില്ല. അത് നമ്മുടെ ശ്രദ്ധയില്ലായ്മ തന്നെയാണ്, യാദൃച്ഛികമല്ല. പരോക്ഷമായി പൊതുമരാമത്ത് വകുപ്പിനെയും കടകംപള്ളി സുരേന്ദ്രൻ വിമർശിച്ചു. നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഇടം ഏതാണെന്ന് പോലും ഗൗരവത്തോടുകൂടി മനസ്സിലാക്കാനായിട്ട് വൈദ്യുതി ബോർഡിനോ ആരോഗ്യ വകുപ്പിനോ ബന്ധപ്പെട്ട ആളുകൾക്കോ സാധിക്കാതെ പോയി എന്നുള്ള ഒരു ഗൗരവതരമായിട്ടുള്ള പ്രശ്നവും ഇതുപോലൊരു കൂട്ടായ്മയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മുൻപ് PWD വകുപ്പിനെതിരെയുള്ള വിമർശനം മുഹമ്മദ് റിയാസ് കടകംപള്ളി പോരിലേക്ക് എത്തിയിരുന്നു. CPIM സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയാവുകയും വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. വീണ്ടും വകുപ്പുകൾക്കെതിരെയുള്ള കടകംപള്ളിയുടെ വിമർശനത്തിൽ പാർട്ടി നിലപാടാണ് നിർണായകം. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. KSEB കഴക്കൂട്ടം ഇലക്ട്രിക്കൽ ഡിവിഷന്റെ ഉപഭോക്തൃ സംഗമം കടകംപള്ളി സുരേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രിക്കൽ ഡിവിഷന് കീഴിലുള്ള ഉപഭോക്താക്കൾക്കായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടക്കം പരിപാടിയിൽ പങ്കെടുത്തു. ഈ മാസം 2 മുതൽ 8 വരെ നടക്കുന്ന ഉപഭോക്തൃ സേവന വാരാഘോഷത്തിന്റെ ഭാഗമായാണ് ഉപഭോക്തൃ സംഗമം. കഴക്കൂട്ടം ഇലക്ട്രിക്കൽ ഡിവിഷന്റെ കീഴിലുള്ള 13 സെക്ഷനുകളിലെയും ഉപഭോക്താക്കൾക്കായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുളത്തൂർ കോരുത്തുകര ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രൻ ഉപഭോക്തൃ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താവും ജീവനക്കാരും ചേരുന്ന ആത്മബന്ധത്തിലാണ് KSEBയുടെ നിലനിൽപ്പെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. ഉപഭോക്താക്കളും വൈദ്യുതി ജീവനക്കാരും ചേരുന്ന ഒരു ആത്മബന്ധത്തിലാണ് ഈ മേഖലയുടെ ഏറ്റവും നല്ല നിലനിൽപ്പെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നാട്ടുകാരോടുള്ള നിങ്ങളുടെ ഇൻട്രാക്ഷൻ വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളിലുള്ള അവരുടെ ബഹുമാനം 1000 മടങ്ങ് വർദ്ധിക്കുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ഉപഭോക്താക്കൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം വേഗത്തിൽ എന്ന ലക്ഷ്യത്തോടെയാണ് ഉപഭോക്തൃ സേവന വാരാചരണം നടത്തുന്നത്. ഉപഭോക്തൃ സംഗമ പരിപാടിയിൽ തിരുവനന്തപുരം ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ RR ബിജു, മറ്റുദ്യോഗസ്ഥർ, തിരുവനന്തപുരം നഗരസഭയിലെ വിവിധ കൗൺസിലർമാർ, പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. 24, തിരുവനന്തപുരം. ഭക്ഷ്യമേഖലയിൽ വൻ കുതിച്ചുചാട്ടം നടത്താനൊരുങ്ങി UAE. 2030-നകം ഭക്ഷ്യമേഖലയിൽ 20,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ആഭ്യന്തര ഉൽപാദന വളർച്ചയിൽ ഭക്ഷ്യമേഖലയുടെ സംഭാവന $10 ബില്യൺ വർദ്ധിപ്പിക്കാനുമാണ് ലക്ഷ്യമിടുന്നതെന്നും UAE സാമ്പത്തിക മന്ത്രി വ്യക്തമാക്കി. GDPയിൽ ഭക്ഷ്യമേഖലയുടെ സംഭാവന $10 ബില്യൺ വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് UAE സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തൗക്കൽ മർറി പറഞ്ഞു. UAE ഫുഡ് ആൻഡ് ബിവറേജസ് ബിസിനസ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയാണ് ഭക്ഷ്യമേഖലയിലെ ഭാവി പദ്ധതികൾ രാജ്യം വ്യക്തമാക്കിയത്. 2030-നകം മേഖലയിൽ 20,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 2050 ആകുമ്പോഴേക്ക് ഭക്ഷ്യ ഉൽപാദന ഇറക്കുമതി 50% കുറയ്ക്കും. ആദ്യ പകുതിയിൽ ഭക്ഷ്യമേഖല മൊത്തം വ്യാപാരത്തിൽ 20% വളർച്ച കൈവരിച്ചത്. ഈ വർഷം ആദ്യ പാദത്തിൽ UAE ഭക്ഷ്യ ഇറക്കുമതി 23%, കയറ്റുമതി 19% വർദ്ധിച്ചു. ആഭ്യന്തര ഉൽപാദന മേഖലയിൽ UAE കൈവരിച്ച നേട്ടത്തിൽ അഭിമാനമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. 24, ദുബായ്. KSFE പ്രവാസി ചിട്ടിയുടെ ഭാഗമായി ആരംഭിക്കുന്ന ഡ്യൂവോ പദ്ധതിയുടെ ആഗോള ലോഞ്ചിങ് റിയാദിൽ ധനമന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. പ്രവാസി മലയാളികൾക്ക് ഇരട്ട നേട്ടം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. KSFE പ്രവാസി ചിട്ടിയുടെ വിപുലീകരണത്തിന്റെ ഭാഗമായി റിയാദിലെ പ്രവാസി മലയാളികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച യോഗത്തിലാണ് പുതിയ പദ്ധതി പുറത്തിറക്കിയത്. ഒരേ സമയം ചിട്ടിയുടെയും നിക്ഷേപത്തിൻ്റെയും ആനുകൂല്യങ്ങൾ വരിക്കാർക്ക് ലഭ്യമാക്കുന്നതാണ് ഡ്യൂവോ പദ്ധതി. ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുന്ന വരിക്കാർക്ക് നിക്ഷേപത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനം വഴി ഭാവിയിലെ മാസഗഡു തിരിച്ചടക്കാൻ സാധ്യമാകും. KSFEയിൽ നിന്നുള്ള പണം കിഫ്ബി വഴി സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായാണ് ഉപയോഗിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി ബാലഗോപാൽ വ്യക്തമാക്കി. ചിട്ടിയിൽ വരിക്കാരാകുന്ന പ്രവാസികൾക്ക് സാമ്പത്തിക മെച്ചം ലഭിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും പങ്കാളികളാകാൻ കഴിയുമെന്നും മന്ത്രി അറിയിച്ചു. KSFEയുടെ പ്രവാസി ചിട്ടിയിൽ 121 രാജ്യങ്ങളിലെ മലയാളികളാണ് വരിക്കാരായുള്ളത്. എന്നാൽ സൗദിയിൽ നിന്ന് ഇത് വെറും 10% പേർ മാത്രമാണ് അംഗങ്ങളായുള്ളത്.
വയനാട് പുനരധിവാസ പദ്ധതിയിലേക്ക് KSFE 50 കോടി വകയിരുത്തിയതായും മന്ത്രി അറിയിച്ചു. കേളി രക്ഷാധികാരി സെക്രട്ടറി KPM സാദിഖ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ KSFE ചെയർമാൻ K. വരദരാജൻ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സുനിൽ SK, ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് MC രാഘവൻ, CEO ഷാജു ഫ്രാൻസിസ് എന്നിവരും സംസാരിച്ചു. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. വർഷങ്ങളായി വേതന വർധനവില്ലാതെ ബുദ്ധിമുട്ടുകയാണ് സംസ്ഥാനത്തെ താൽക്കാലിക അധ്യാപകർ. എല്ലാ വർഷവും ചെറിയ തുക വർദ്ധിപ്പിച്ചിരുന്നെങ്കിലും 2021 മുതൽ അതും നിലച്ചു. ചെറിയ തുകയാണെങ്കിലും വർധന പുനഃസ്ഥാപിക്കണമെന്നാണ് അധ്യാപകരുടെ ആവശ്യം. ജൂൺ മുതൽ ഫെബ്രുവരി വരെയാണ് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നത്. സ്ഥിരം അധ്യാപകർ ചെയ്യുന്ന എല്ലാ ജോലിയും ഇവരും ചെയ്യണം. BEd ഉൾപ്പെടെയുള്ള ഉയർന്ന യോഗ്യതകൾ ഉള്ളവരാണ് താൽക്കാലിക അധ്യാപകരും. ഹയർ സെക്കൻഡറിക്കാർക്ക് 56,000 രൂപയാണ് അവരുടെ ബേസിക് സാലറി. ഞങ്ങൾക്ക് അതിൻ്റെ പകുതി പോലും കിട്ടുന്നില്ല. UP സെക്ഷനിലാണ്, പ്രൈമറിയിലൊക്കെ ആണെങ്കിൽ 36,000 ബേസിക് സാലറി ഉണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു 18-20 കിട്ടിയാലായി. അത് ഡേയ്സിൻ്റെ അനുസരിച്ചാണ്. അത് ഹോളിഡേയ്സ് വന്നാൽ അതും പോയി, ആ കിട്ടുന്നതും ഉണ്ടാവില്ല. അവരുടെ ചെയ്യുന്ന അതേ വർക്ക്സ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 15 പോലെയുള്ള ദിവസം അതിലൊക്കെ ഞങ്ങൾ പോകുന്നുമുണ്ട്. പക്ഷേ ഞങ്ങൾക്കതിൽ കിട്ടാറില്ല. അവധി ദിനങ്ങൾ ഒഴിവാക്കിയാൽ ഒരു മാസം പരമാവധി 15 ദിവസമാണ് വേതനം ലഭിക്കുക. ഓണം, ക്രിസ്തുമസ്, വേനലവധി എന്നീ സമയങ്ങളിൽ ജോലിയുമില്ല, വേതനവുമില്ല. കോവിഡ് വരെ ഞങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് ഇൻക്രിമെൻറ്റ് ലഭിച്ചിരുന്നു. അതിനുശേഷമുള്ള പേ റിവിഷൻ 2021 ആ പേ റിവിഷനിലെ 30 രൂപ മാത്രമാണ് കൂട്ടിത്തന്നത്. ശരിക്ക് 1200 എന്നുള്ളത് 2400 അടുത്ത് കിട്ടേണ്ടത് 30 രൂപ മാത്രമേ കൂട്ടി തന്നിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് 8 വർഷത്തിനുള്ളിൽ 255 രൂപ, വളരെ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സംസ്ഥാനത്തെ ഭൂരിഭാഗം താൽക്കാലിക അധ്യാപകരും 10 മുതൽ 15 വർഷം വരെയായി സ്കൂളുകളിൽ ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ വേതനം വർദ്ധിപ്പിക്കാത്തതാണ് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. വിലവർധനവ് വളരെ രൂക്ഷമാവുകയും അതേസമയം വരുമാനം അതിനനുസരിച്ച് ഉയരാതിരിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധി വളരെ ഭീകരമാണ്. ഞങ്ങൾ സർക്കാരിന്, മുഖ്യമന്ത്രിക്കും പിന്നെ ഫിനാൻസ് മിനിസ്റ്റർക്കും പിന്നെ റിയാസ് സാറിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അനുഭാവപൂർണ്ണ ഒരു പരിഗണന ലഭിക്കുന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ജീവിത ചെലവ് വർദ്ധിക്കുന്നതനുസരിച്ച് ഓരോ വർഷവും വേതനം വർദ്ധിപ്പിക്കണമെന്നാണ് UDF സർക്കാരിന്റെ അവസാന സമയത്ത് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. 2021 വരെ ഇത് നടപ്പാക്കിയെങ്കിലും പിന്നീട് ഉണ്ടായില്ല എന്ന് അധ്യാപകർ തന്നെ പറയുന്നു. ഓരോ വർഷവുമുള്ള വേതന വർധനവ് പുനഃസ്ഥാപിക്കണമെന്നാണ് സംസ്ഥാനത്തെ താൽക്കാലിക അധ്യാപകരുടെ ആവശ്യം. രാഹുൽ സുരേഷ്, 24, കോഴിക്കോട്. മലയാളി അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ഒണ്ടാരിയോയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സിനർജി 2024 നവംബർ 2 നടക്കും. കാനഡയിലെ സാമൂഹ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് മാസോ. കാനഡയിൽ നിന്ന് മീനു ചേലാടൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നവംബർ 2 മിസിസാഗയിലെ ജോൺ പോൾ പോളിഷ് കൾച്ചറൽ സെന്ററിൽ വെച്ച് നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി സാമൂഹ്യ പ്രതിബദ്ധത ലക്ഷ്യം വെച്ചുള്ള ചർച്ചകളും അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും അരങ്ങേറും. മാസോയുടെ നേതൃത്വത്തിൽ സമൂഹ നന്മ ലക്ഷ്യം വെച്ച് നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. മിസിസാഗയിലെ മീഡിയ റൂമിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാസോയുടെ ഭാവി പദ്ധതികളെക്കുറിച്ച് ഭാരവാഹികൾ സംസാരിച്ചു. സംഘടനയുടെ പ്രസിഡന്റ് ജോജി M. ജോൺ, വൈസ് പ്രസിഡന്റ് ചാൾസ് തോമസ്, ഓർഗനൈസേഷൻ ഗ്ലോബൽ ഡെവലപ്മെന്റ് കണക്ട് ചാർജ് വർഗീസ് ജേക്കബ്, പ്രോഗ്രാം കോർഡിനേറ്റർ മേരി ജേക്കബ് ജോൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 24 USA. വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ-പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം. ഉച്ചതിരിഞ്ഞ് 3:30 ദുബായിലാണ് മത്സരം. സെമി പ്രതീക്ഷ നിലനിർത്താൻ ഇന്ത്യക്ക് ജയം അനിവാര്യമാണ്. ആദ്യ കളിയിൽ ന്യൂസിലാൻഡിനോടേറ്റ കനത്ത തോൽവി ഇന്ത്യയുടെ സെമി സാധ്യതകൾ തുലാസിലാക്കിയിരിക്കുകയാണ്. 58 റൺസ് തോൽവിയോടെ നെറ്റ് റൺ റേറ്റ് -2.900 കൂപ്പുകുത്തി. ഇതോടെ ശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ ജയിച്ചാൽ മാത്രം പോരാ, മറ്റു ടീമുകളുടെ മത്സരഫലങ്ങളും അനുകൂലമാകണം ഇന്ത്യക്ക് സെമി കടമ്പ കടക്കാൻ. പാകിസ്ഥാൻ, ശ്രീലങ്ക, ഓസ്ട്രേലിയ എന്നിവരാണ് ഇനിയുള്ള എതിരാളികൾ. ഇതിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയക്കെതിരായ പോരാട്ടം കടുകട്ടിയായതിനാൽ പാകിസ്ഥാനെയും ശ്രീലങ്കയെയും വൻ മാർജിനിൽ തോൽപ്പിക്കുകയായിരിക്കും ഹർമൻപ്രീത് കൗറിന്റെയും സംഘത്തിന്റെയും പ്ലാൻ എ. ബാറ്റിംഗ് നിരയുടെ സമ്പൂർണ്ണ പരാജയമാണ് ന്യൂസിലാൻഡിനെതിരായ ഇന്ത്യയുടെ കൂറ്റൻ തോൽവിക്ക് കാരണം. സ്മൃതി മന്ദാന, ഷഫാലി വർമ്മ, ഹർമൻപ്രീത് കൗർ എന്നിവർ
പാകിസ്ഥാനെതിരെ വലിയ ഇന്നിംഗ്സ് കളിക്കേണ്ടത് അനിവാര്യം. ലോകകപ്പ് അരങ്ങേറ്റം അവിസ്മരണീയമാക്കിയ മലയാളി താരം ആശാ ശോഭന ഇന്നും ടീമിലുണ്ടാകും. സജന സജീവന കൂടി അരങ്ങേറ്റത്തിന് അവസരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മലയാളി ആരാധകർ. അതേസമയം രണ്ടാം ജയമാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. ആദ്യ കളിയിൽ ശ്രീലങ്കയെ 31 റൺസിന് തകർത്തിരുന്നു പാക് വനിതകൾ. സ്പോർട്സ് ഡെസ്ക് 24. ഇന്ത്യ ബംഗ്ലാദേശ് 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. രാത്രി 7 മധ്യപ്രദേശിലെ ഗ്വാളിയോറിലാണ് ആദ്യ മത്സരം. ഹിന്ദു മഹാസഭയുടെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ വലയത്തിലാണ് മത്സരം. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് പിന്നാലെ 2020 പരമ്പരയും തൂത്തുവാരാൻ ടീം ഇന്ത്യ. ടെസ്റ്റ് പരമ്പര കളിച്ച ടീമിൽ നിന്ന് അടിമുടി മാറ്റമെങ്കിലും സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള യുവ ഇന്ത്യയും ഡബിൾ സ്ട്രോങ്. രണ്ടാം മത്സരത്തിൽ തന്നെ സെഞ്ചുറിയോടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വരവറിയിച്ച അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിംഗിൽ നമ്മുടെ സഞ്ജു സാംസണുമുണ്ടാകും. 2020 ടീമിലെ സ്ഥാനം ഊട്ടിയുറപ്പിക്കാനുള്ള അവസരമാണ് സഞ്ജുവിന് ബംഗ്ലാദേശിനെതിരായ പരമ്പര. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, റിങ്കു സിംഗ് തുടങ്ങിയവർ സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരുടെ റോളിലെത്തുമ്പോൾ ഓൾറൗണ്ടർമാരായി ഹാർദിക് പാണ്ഡ്യയ്ക്കൊപ്പം ആരൊക്കെ എന്നതിൽ ടീം മാനേജ്മെന്റ് തലപുകയ്ക്കേണ്ടി വരും. റിയാൻ പരാഗ്, വാഷിംഗ്ടൺ സുന്ദർ, നിതീഷ് കുമാർ റെഡ്ഡി തുടങ്ങിയവർ അവസരം കാത്തുനിൽപ്പുണ്ട്. ചുവന്ന മണ്ണിലൊരുക്കിയ ഗ്വാളിയോറിലെ പിച്ചിൽ പേസും ബൗൺസും ആവോളം കിട്ടുമെന്നതിനാൽ 3 ഫാസ്റ്റ് ബൗളർമാരെ ഇന്ത്യയുടെ ആദ്യ 11-ൽ കാണാം. ഹർഷദീപ് സിംഗ് മുഖ്യ പേസറാകുമ്പോൾ ഹർഷിത് റാണയ്ക്കും മായങ്ക് യാദവിനും അരങ്ങേറ്റം നൽകിയേക്കും. നജ്മുൾ ഷാൻഡോ നയിക്കുന്ന ബംഗ്ലാദേശ് ടീമും ഹൃദോയ്, മുഹമ്മദുള്ള, ലിറ്റൻ ദാസ്, മുസ്തഫിസർ തുടങ്ങിയവരാൽ സമ്പന്നമാണ്. ബംഗ്ലാദേശിനെതിരെ പരമ്പര കളിക്കുന്നതിൽ പ്രതിഷേധിച്ച ഹിന്ദു മഹാസഭ ഗ്വാളിയോർ ബന്ദിന് ആഹ്വാനം ചെയ്തതിനാൽ കനത്ത സുരക്ഷാ വലയത്തിലാണ് മത്സരം നടക്കുക. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിനൊപ്പം 2500-ലധികം പോലീസുകാരെ സുരക്ഷയ്ക്കായും ജില്ലാ ഭരണകൂടം വിന്യസിക്കും. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നുവെന്നാരോപിച്ചാണ് ഗ്വാളിയോറിലെ മത്സരത്തിനെതിരായ ഹിന്ദു മഹാസഭയുടെ പ്രതിഷേധം. സ്പോർട്സ് ഡെസ്ക് 24. തിരുവനന്തപുരം വേങ്ങോട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കെട്ടിടവും ഗേൾസ് ഹോസ്റ്റലും വെറുതെ കിടന്ന് നശിക്കുന്നു. കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി നാളുകൾ കഴിഞ്ഞിട്ടും പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ ഇതുവരെ തുടങ്ങിയില്ല. 2 കെട്ടിടങ്ങൾക്കുമായി ചിലവാക്കിയത് 14 കോടി രൂപയിലധികം. പട്ടികജാതി വിഭാഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി വേങ്ങോട് ഒരു റെസിഡൻഷ്യൽ സ്കൂളും ഗേൾസ് ഹോസ്റ്റലും, അതായിരുന്നു സർക്കാരിൻ്റെ വാഗ്ദാനം. ആ വാഗ്ദാനമാണ് എനിക്ക് പിന്നിൽ ഇങ്ങനെ കാട് കയറി നശിക്കുന്നത്. ജനങ്ങളുടെ ഒരു ചോദ്യങ്ങൾക്കും സർക്കാരിന് മറുപടിയുമില്ല. 150ഓളം പട്ടികജാതി കുടുംബങ്ങളെ സർക്കാർ പുനരധിവസിപ്പിച്ച സ്ഥലം കൂടിയാണ് പോത്തൻകോടിനടുത്തുള്ള വേങ്ങോട്. അതുകൂടി പരിഗണിച്ചാണ് ഇവിടെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളും ഗേൾസ് ഹോസ്റ്റലും നിർമ്മിക്കാൻ പട്ടികജാതി വികസന വകുപ്പ് തീരുമാനിച്ചത്. 2020-ലാണ് 2 കെട്ടിടങ്ങളുടെയും നിർമ്മാണം ആരംഭിച്ചത്. 2022ഓടെ നിർമ്മാണം പൂർത്തിയാക്കി. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനവും നിർവഹിച്ചു. പക്ഷേ സ്കൂളിൻ്റെയോ ഹോസ്റ്റലിൻ്റെയോ പ്രവർത്തനം ആരംഭിച്ചില്ല. ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ ഈ ഉദ്ഘാടനം മന്ത്രിമാരെ കൊണ്ടുവന്നു. ഇവിടെയുള്ള സാധാരണക്കാരന് ഒരു നമ്മൾ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ഈ നാട്ടിലെ പ്രമുഖരായ വ്യക്തികളെയും മറ്റിതര രാഷ്ട്രീയ പ്രസ്ഥാനക്കാരെയും അത് CPM-ഓ CPM ആയാലും CPI ആയാലും ഒക്കെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ അതൊന്നും നടന്നിട്ടില്ല. ഒരു ഭാഗം ആൾക്കാർ അത് 2 ഗ്രൂപ്പായി നിന്നുകൊണ്ട് ഒരു ഭാഗം ആൾക്കാർ പെട്ടെന്നുണ്ടാക്കി തട്ടിക്കൂട്ടിയ ഒരു ഉദ്ഘാടനമാണ് ഇവിടെ കഴിഞ്ഞത്. നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും പലതവണ അധികൃതരോട് പരാതിപ്പെട്ടു. ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന സ്ഥിരം പല്ലവിയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത്യാധുനിക സൗകര്യങ്ങളോടെ സ്കൂളും ഹോസ്റ്റലും ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്നായിരുന്നു മന്ത്രിയുടെയും വാഗ്ദാനം. ഈ അധ്യയന വർഷവും സ്കൂൾ തുറന്നില്ല. പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ഒന്നും രണ്ടുമല്ല, 14 കോടിയിലധികം രൂപ ചിലവാക്കിയ പദ്ധതിയാണ്. അതും സാധാരണക്കാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാനായി. അതിനെ എന്തിനിങ്ങനെ നശിപ്പിക്കുന്നു എന്ന ചോദ്യത്തിന് സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാകൂ. അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. പ്രഭാത വാർത്തകളുടെ സമയം പൂർണ്ണമാകുന്നു.